ഹലോ വെൽക്കം ബാക്ക് പ്രിയ റസാഖ്. അത് പറയാനല്ലേ എന്താ വെച്ചില്ല എന്താ പറയും നമ്മൾ ഫുൾ പവറിൽ പറയും. ഹലോ വെൽക്കം ടു പ്രിയ റസാഖ് യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ പ്രിയ. റസാഖ് അപ്പം നമ്മുടെ ഹോസ്പിറ്റൽ ആ ഇത് ഞാൻ എന്താ അങ്ങനെ അമ്മ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ മുഖത്തൊക്കെ നേരിങ്ങനെ വന്ന മാതിരി മരുന്ന് കുത്തി കയറ്റിട്ടാവും അല്ലേ? കുറച്ച് മരുന്നൊക്കെ ഇങ്ങനെ വന്നിട്ട്. പക്ഷേ നല്ല ബെറ്ററാണ്. മറ്റേ ആൾക്ക് ഭയങ്കര എടുത്ത ക്ഷീണം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ല. ഇത് കുറേയൊക്കെ ഈ ഇതിൽ കുറച്ചുകൂടെ ആക്റ്റീവായി തോന്നി. ബെറ്റർ ആണല്ലേ? അതെ അതെ അതെ. പിന്നെന്താ, നമ്മൾ ഇന്നലെ അല്ലേ നമ്മൾ ഡെലിവറി വ്ലോഗ് ഇട്ടിട്ടുണ്ടെന്ന്. പിന്നെ വളരെ ഈ ഡെലിവറി വ്ലോഗ് അർജന്റായി വർക്കിന് വളരെ ഏകദേശം ടൈമായി. അല്ല, നമ്മൾ പ്രതീക്ഷയെക്കാട്ടും കൂടുതലല്ലേ കുറെ ആൾക്കാരത് കണ്ട്. ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ സന്തോഷം അറിയിക്കുന്നു. നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അറിയിക്കണം, അത് ചോദിക്കുമല്ലോ. ഇപ്പൊ എത്ര ആൾക്കാരെ കാത്തിരിക്കുന്നു പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ മെസ്സേജുകൾ റിപ്ലൈ കൊടുക്കാൻ പറ്റണ അപ്പുറത്തായിരുന്നു മെസ്സേജുകൾ. ഇത്രയധികം മെസ്സേജുകൾ റിപ്ലൈ കൊടുക്കാൻ. എപ്പോഴാ ആയിക്കോട്ടെ. രാവിലെ തന്നെ മോട്ടേക്ക് മരുന്ന് കയറ്റി അല്ലേ? കുളി കഴിഞ്ഞു, സെറ്റായി മരുന്ന് കുഞ്ഞാവ നല്ല ഉറക്കത്തിലാണ്. മറ്റു രണ്ട് വലിയ അവകളും വളരെ നല്ല ഉറക്കത്തിലാണ്. കുഞ്ഞാറ്റെ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോവാണ്. കുറച്ച് ദിവസം ആയി ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്. ടക്കൂടെ ചായ കുടിക്കുക. എന്താ കട്ടൻ ചായ? കാക്കു വന്നു. കാക്കു വർക്കിന് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിലാക്കിയിട്ട് വർക്കിന് പോകാനുള്ളൂ. അപ്പോൾ കുറേ പേര് എന്തൊക്കെയോ കമൻസിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഒരു ഡെലിവറി Q&A പോലെ നമുക്ക് ചെയ്യാം. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കൂടെ ആരും ഇല്ലേ എന്നൊക്കെ. ഇവിടെ എൻ്റെ അമ്മയുണ്ട്, കാക്കുവിൻ്റെ ഉമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുത്താറില്ല. അതായത് നമ്മുടെ റൂമിൽ നടക്കുന്ന സംഭവങ്ങൾ, അതേപോലെ ബേബീനെ ടേക്ക് കെയർ ചെയ്യുന്നത്, എൻ്റെ അമ്മ എന്താ ചെയ്യുന്നത്, കാക്കുവിൻ്റെ ഉമ്മ എന്താ ചെയ്യുന്നത്, കുട്ടികൾ എന്താ ചെയ്യുന്നത്, അങ്ങനെ നമ്മളങ്ങനെ എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താറില്ല. നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ മെയിനായിട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യണത് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളത്. പിന്നെ നമ്മൾ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി, നമ്മൾ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഒരു ഒരു ഡെലിവറി Q&A പോലെ ചെയ്യാം. അപ്പോൾ കാക്കും കൂടെ വന്നിരുന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ. കുളിച്ചാ? ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വായി ചായ പിടിക്കാം. ആയിഷോ, കുഞ്ഞാറ്റയുടെ ഉമ്മ വേണത്. ആയിഷോ ഐഷുട്ടി, നീ എന്താന്ന് മിണ്ടാത്തേ? ഐഷിനോട് ഇങ്ങനെ ആക്കിട്ട് അപ്പൊ ഇല്ലാതെ ഇങ്ങനെ ആക്കി. വെറുതെ എന്തെങ്കിലും ഇങ്ങനെ തട്ടിക്കൂട്ടിയിട്ടാണ്. എന്താ വിശേഷം? എന്താ വിശേഷം? എന്താ വിശേഷം?
ഡാൻസ് കളിച്ചേ, തക്കു ഡാൻസ് കളിച്ചേ. അപ്പോൾ ഇന്ന് നമുക്ക് റൂമിൽ കുറച്ച് ഗസ്റ്റുകളുണ്ട്. ആദ്യത്തെ ഗസ്റ്റ് ഇത് അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും പരിചിതരായിട്ടുള്ള കിട്ടി ഫാമിലിയാണ്. അപ്പോൾ രണ്ടാമത്തെ ഗസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. വഴിയെ കാണാം. ഇവിടെ രണ്ടെണ്ണം കൈ പിടിച്ച് അത് അടച്ച് അത് കഴിക്കണേ ഫുള്ള്. ആ ഫുള്ള് കഴിക്കണേ, ഇത് ഫുള്ള് കഴിക്കണേ, അത് ഫുള്ള് കഴിക്കണേ, അത് ഫുള്ള് കഴിക്കും. ആ അവിടെ പോയിരുന്നു കഴിച്ച പോലെ. ഇനി വ്ലോഗ് എടുക്കൂല കേട്ടോ, അത് മതി. വ്ലോഗ് അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, ഗർഭിണിയെ കാണാമെന്ന് TT ഫാമിലി. ഐഷു ഉണ്ണിനെയും കൊണ്ടുപോയിക്കോട്ടാ. തക്കുടിന് വേണ്ടല്ലോ, തക്കുടിന് വേണോ ഉണ്ണിനെ? ഷെമി പറയുന്നത് ആരെ പോലെ ഉണ്ടെന്ന് അറിയോ? ആർക്കെയാ അങ്ങനെ ഐഷു കുട്ടിനെ കളിപ്പിക്കും. ഐഷു കൊണ്ടുപോകും അത്ര കുഞ്ഞാവനെ, ഒരു ബോംബ് കൊണ്ടുപോകും അത്ര. നടക്കോ ഐഷു ചാടി മറിഞ്ഞു കയറുന്നു. മിക്കവാറും ഷെഫി റിവീൽ ചെയ്യും. അല്ല ഷെഫി റെഡി 1 2 3 സ്റ്റാർട്ട്. ആ റെഡി. മറ്റോടെ മാന്തി കഴിക്കണം. ഓക്കെ ഓക്കെ ഈ കൊടുത്തോ ദൃശ്യ ഈ കൊടുത്തോ. ഒരു കൊല്ലായിട്ട് ഉണ്ടാവില്ല, കഴിക്കാറുള്ളൂ. അതിന് വിവരങ്ങളുള്ളൂ. ഇപ്പൊ എന്താ ഇപ്പൊ ഇവിടെ കേക്കൊക്കെ കിട്ടിയെങ്കിൽ മറ്റാളവിടെ മഹാന്തി കേക്കോൾക്ക് നേരല്ല തോണ്ടി. ഇവിടെ പ്രസവിച്ച് ഞാൻ കേക്ക് മുറിച്ചില്ല, അതിനിപ്പോ വേണ്ടത്. ഐശു അതിന് മൊത്തം നല്ല കേക്കല്ലോ. ഈ കൊടുത്ത കേൾക്കാൻ അപ്പൊ വൈറ്റ് ചെയ്യല്ലേ. അപ്പൊ പ്രസവിച്ചിരിക്കുന്ന മോൾട്ടിനെ കാണാൻ വേണ്ടിട്ട് പ്രശസ്ത യൂട്യൂബർ ജിന്ദ്രിഷ, പ്രശസ്ത യൂട്യൂബർ TT ഫാമിലി എല്ലാവരും കൂടെ എത്തിയതിൽ വളരെ സന്തോഷം. ഇനി പോയിക്കോളൂ. ചായ കുടി കഴിഞ്ഞു, കേക്ക് കട്ടി കഴിഞ്ഞു, വെറുതെ പറഞ്ഞാൽ നല്ല സന്തോഷമായി അല്ലേ? പ്രത്യേകിച്ച് കുട്ടികളൊക്കെ സന്തോഷമായ ആ സന്തോഷമായി. കുഞ്ഞിനെ കണ്ടല്ലേ? കുഞ്ഞിനെ ആരുടെ പോലെ ചോദിക്കേ? ആരുടെ പോലെ? സംസാരം ഇവിടെ ക്ലിയർ ആയി വരുന്നായിരുന്നു. പക്ഷെ പപ്പട കുട്ടിയാരാ? പപ്പട കുട്ടിയാരാ പറയും. മെമ്മറി